നിന്റെ മേലെ കൈവച്ചെന്നോ? ആരാ അവൻ? ആരായാലും ഇപ്പൊ എന്താ എടുത്തി? എന്താക്കിൽ നീ ഇങ്ങനെ പറയുന്നേ? അവരുടെ അടി വാങ്ങി നീ ഇവിടെ നിൽക്കുകയാണോ? അവര് ഒരുപാട് പേരുണ്ടായിരുന്നു എടുത്തി. ഇത്രയും പേരൊക്കെ വന്ന് തിരിച്ചടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് തന്നെയാ. ഭാസ്കരേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവർക്ക് മാത്രമേ ആൾബലം ഉള്ളൂ എന്നാണോ? അഖിലില്ലേ? അവരെ തിരിച്ചടിക്കാൻ പാടില്ലേ? അതെ, അവരെ തിരിച്ചടിക്കണം. അതെ, എന്റെ അഖിലിനെ അവരെ അടിക്കാനായോ? ഉടനെ തന്നെ എന്റെ മോമിനെ വിളിച്ചു പറഞ്ഞ് 100 റൗഡികളെ ഇറക്കണം. അവനേക്ക് അടിക്കാൻ റൗഡികളെയൊന്നും ആവശ്യമില്ല, നമ്മൾ തന്നെ ധാരാളം. അതെ, നമുക്ക് തന്നെ പോയി അടിക്കാം. അവന്മാരെ നമുക്ക് ഓടിച്ചിട്ടടിക്കാം. ഓടാൻ സമ്മതിക്കാതെ അടിക്കണം. എന്റെ ദൈവമേ, ഇവർ അടി കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണല്ലോ. ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആഹാ, എന്നാ വാ, നമുക്ക് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം. അവിടെ നിക്കാൻ. അവന്റെ പേര് മഹേഷ് എന്നാ. ഈ ഏരിയയിലെ കൗൺസിലർ അവന്റെ അമ്മാവനാണ് പോലും. നമ്മളെന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ പോകുന്നേ? അവൻ ആരായിരുന്നാലും നമുക്ക് എന്താകും? അവൻ നിന്നെ ഉപദ്രവിച്ചു, തിരിച്ച് അവനെ ഉപദ്രവിച്ച് നിന്നോട് സോറി പറയിക്കണം. സോറി ഒന്നും പറയിപ്പിക്കണ്ട എടുത്തി. ദേ നോക്ക്, എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ പറയുന്ന കേക്ക്. റോഡിൽ പോയ ഏതോ ഒരുത്ത നിന്നെ അടിച്ചു എന്ന് കരുതി ഞങ്ങൾ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? അവന്മാര് നിന്റെ ദേഹത്ത് തൊട്ടാ ഞങ്ങൾ വെറുതെ വിടുവെന്നാ? എന്റെ അനിയന്റെ ദേഹത്ത് കൈവച്ചവന്റെ കൈ ഞാൻ വെട്ടിയിരിക്കും, സോറി പറയിപ്പിക്കും. അയ്യോ, അതൊന്നും വേണ്ട എടുത്തി. ഇനി നീ കൂടുതലൊന്നും പറയണ്ടെങ്കിൽ അവന് തിരിച്ചടി കൊടുത്തിട്ടേ നിനക്ക് ഫസ്റ്റ് എയ്ഡ് തരൂ. നടക്ക്, അവൻ എവിടെയുണ്ടെന്ന് കാട്ടിത്താ. കളിപ്പ് കട്ടക്കളിപ്പ്, കളിപ്പ് കട്ടക്കളിപ്പ്, പറക്കും പാടി പറക്കും. ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ്, പറക്കും പാടി പറക്കും. ചെങ്കൊടി കയ്യിലും അത് നെഞ്ചിലും ചുവപ്പ്, കളിപ്പ് കട്ടക്കളിപ്പ്, കണ്ടാൽ ഭയക്കും ചോരധരിക്കും. കളിപ്പ് മെക്സിക്കോ, ക്യൂബ, ബൊളീവിയ, അർജന്റീന. കണ്ടില്ല എടുത്തി, ഇവരെത്ര പേരുണ്ടെന്ന്. ഇവർക്ക് അടി കൊടുത്ത് സോറി പറയിക്കാൻ വലിയ പാടാ. ശരിയാ മോളെ, ഇവരടിക്കണമെന്ന് വെച്ചാ ഗണപതി വിജയോ പ്രഭാസോ വിക്രമോ ഒക്കെ തന്നെ വരേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റൂലേ? എന്താ പറ്റാത്തെ? കളിപ്പ് കട്ടക്കളിപ്പ്, കളിപ്പ് കട്ടക്കളിപ്പ്, പറക്കും. ഇവിടെ ആരാടാ എന്റെ കൊച്ചുമോന്റെ ദേഹത്ത് കൈവച്ചത്? കൈവച്ചവനൊരാണാണെങ്കി അവന് ധൈര്യം ഉണ്ടെങ്കി എന്റെ മുന്നിൽ വന്ന് നിക്കടാ. ഞാൻ തന്നെയാ.
ഡേയ് ഈ ബുൾഡോസറിന് എന്താ വേണ്ടെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയേ. നീയാണോടാ എന്റെ കൊച്ചുമോനെ അടിച്ചത്? അതെ. എടാ എടാ എന്റെ തോള് നീയൊക്കെ ഞെരുക്കിയില്ലേടാ. നിന്റെയൊക്കെ ആ കൈ ഒടിഞ്ഞു പോടാ, ഒടിഞ്ഞു പോ. എന്റെ ആന്റിയെ നീ തള്ളുന്നോ? ഞാനൊരു പെൺസിംഹമാണ്. എലിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന നീയാണോ പെൺസിംഹം? ഞാൻ തന്നെ പൊക്കോളാം. എന്റെ ആന്റിയെ തള്ളിക്കൊണ്ടു പോയതുപോലെ എന്നെ കൊണ്ടുപോകണ്ട. ഞാൻ തന്നെ പൊക്കോളാം പ്ലീസ്. പെൺസിംഹം പോലും എന്തിനാടി ആവശ്യമില്ലാത്ത ബിൽഡപ്പ്? ഏട്ടാ അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഏട്ടൻ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ? ചെല്ലങ്ങോട്ട് പോയി അടിക്കാവന്മാരെ. ചെല്ലടാ, എന്താണ് നോക്കി നിൽക്കുന്ന? പോടാ. സ്ത്രീകളോടല്ലടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്കേ. ഡേയ് ഇവൻ അടി വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ. ഒരു റൗണ്ട് കൊടുത്തു വിട്ടേക്ക്. എന്താ ഏട്ടാ ഇങ്ങനെ ഓടി വന്നിക്കുന്നേ? എന്താടാ നിനക്ക് നേരത്തെ കൊണ്ടതൊന്നും പോരെ? ഇനിയും വേണോ? വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വന്ന് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിച്ചോടാ നീ? നീ ഒന്ന് നിൽക്കകിൽ. എന്റെ അഖിലിനെ അടിച്ചത് നീയാണോ? അതെ ഞാൻ തന്നെ അടിച്ച്. അതിനിപ്പോ എന്താ വേണ്ടേ? നീ എന്നെ അടിക്കാറായോ? നിന്നെ നിന്നെ എന്ത് ചെയ്യോടാ നീ? മര്യാദക്ക് എന്റെ അഖിലിനോട് സോറി പറയും. സോറി പറയാനോ?
ഡേയ് എന്താണ് നോക്കി നിൽക്കുന്നത്? എല്ലാത്തിനും അടിച്ച് ഓടിക്കേ. സ്ത്രീകളുടെ നേർക്ക് കത്തി ഓങ്ങുന്നു. ആദ്യം അവരാ എന്നെ അടിച്ചത്. നീ എന്തിനാണ് അടിച്ചത് വസുന്ധര? അത് ഇവൻ നമ്മുടെ അഖിലിനെ ഉപദ്രവിച്ചേട്ടാ. നീ എന്റെ അനിയന്റെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ? ഈ റോഡെന്താ നിന്റെ അച്ഛന്റെ വകയാണോ? പബ്ലിക് പ്ലേസിൽ ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് എന്റെ അനിയന്റെ ദേഹത്ത് കൈവച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്റെ അമ്മാവൻ കളക്ടറായാലും എനിക്കെന്താ, ഇനി മന്ത്രിയോ MLA ആയിരുന്നാലും എനിക്കൊന്നുമില്ല. മോനെ അബി, ഇതാ പിടിച്ചോ. களிப்பு 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 பறக்கும் பாரி பறக்கும் செங்கொடி கையிலும் அது நெஞ்சிலும் சுவப்பு பறக்கும் பாரி பறக்கும் செங்கொடி கையிலும் அது நெஞ்சிலும் சுவப்பு களிப்பு கட்ட களிப்பு கண்டால் பயக்கும் I am out. களிப்பு பாரி பறக்கும் செங்கொடி கையிலும்
വേണ്ട, ഞാൻ തന്നെ അടിച്ചോളാം. ടാ, 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 ടാ. നിങ്ങൾക്കെന്താ വിവരമില്ലേ? സൂപ്പർ വിമൻ എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഗുണ്ടകളാണെന്ന് അറിഞ്ഞിട്ട് അടികൂടാൻ പോയിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളുടെ പുറകെ ഞാൻ കാറിൽ വന്നത് നന്നായി. ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവുമായിരുന്നു? കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ? അവര് നമ്മുടെ അഖിലിനെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞപ്പോ ദേഷ്യം വന്നേട്ടാ, അതുകൊണ്ടാ പോയത്. പോയി തിരിച്ചടി കൊടുത്ത് അവരെ കൊണ്ട് സോറി പറയിപ്പിക്കണമെന്ന് വിചാരിച്ചു. അവര് ഗുണ്ടകൾ, നിങ്ങൾ ലേഡീസും ആണ്. അല്ല, നിങ്ങൾ എങ്ങനെ അവരെ അടിച്ച് തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചേ? ഞങ്ങൾ ആ സമയത്ത് അതൊന്നും ആലോചിച്ചില്ല അബി. അഖിലിന്റെ നെറ്റിന്ന് രക്തം വരുന്ന കണ്ടപ്പോ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. ആവേശമൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. അഖിലിന് അത് വലിയ ഇൻസൾട്ട് ആയി ഏട്ടാ, ഞങ്ങൾക്ക് സഹിക്കാനായില്ല. അത് ശരി തന്നെ. അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് പറയായിരുന്നില്ലേ? ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നല്ലോ. അല്ല, ചുമ്മാ കയറി അടിക്കാൻ പോവാ. കൊച്ചുമോൻ വേദനയോടെ വന്നപ്പോ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ പോയി. ഇളയമേ, മുതിർന്ന ആളെ നിങ്ങൾക്ക് പോലും വിവരമില്ലേ? എന്താ ഏട്ടാ ഇത്? ഇവരെ ആവേശം കാണിക്കുമ്പോ നിങ്ങൾക്കെങ്കിലും തടയായിരുന്നില്ലേ? ഇവരുടെ താളത്തിനൊത്ത് ഏട്ടനും തുള്ളുവാ. കുട്ടിക്കാലം മുതലേ നീ ഞാനും അഖിലിന്റെ ദേഹത്ത് കൈയൊങ്ങിട്ട് പോലുമില്ല. അങ്ങനെ ഉള്ളപ്പോ വെളിയിൽ നിന്ന് ഒരുത്തം വന്ന് അവന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാ ദേഷ്യം വരാതിരിക്കോ? അഖിൽ എന്റെ അനുജൻ തന്നെയാ. അവന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണോ? അവനെ തൊട്ടവനെ ഞാൻ തീർത്തിട്ടേ വരൂ. അത് ഏട്ടനും അറിയാവുന്നതല്ലേ? എന്നോടെങ്കിലും ഏട്ടനൊന്നും പറയായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ? അവര് ഞങ്ങൾ എന്ത് ചെയ്യാനാബി? എന്റെ അനിയനെ അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അതുകൊണ്ട് അവർക്ക് തിരിച്ചടി കൊടുത്ത് അവരെ കൊണ്ട് സോറി പറയിപ്പിക്കണം. അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. റൗഡികളെ നേരിടാൻ ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാ പോയത്? അവരഖിലിനെ അടിച്ച ഞങ്ങൾ അടിച്ച പോലെയാണ് അഭി. കൊച്ചുമോൻ എത്രമാത്രം വേദനിച്ചോ അത്രത്തോളം ഞങ്ങൾക്കും വേദനിച്ചു അബി. അഖിലിനൊരു ബുദ്ധിമുട്ട് വന്നാ അതെനിക്ക് സഹിക്കാനാവില്ല. ഈ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഓരോ കാര്യത്തിനും ഓരോ രീതിയുണ്ട്. ആലോചിക്കാതെ വെറുതെ എടുത്തു ചാടി വലുത് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. അതൊക്കെ പോട്ടെ, പുറത്ത് നടന്ന സംഭവം ഏട്ടനോടും ഏട്ടത്തിയോടും പറഞ്ഞവൻ എന്താ എന്നോട് പറയാതിരുന്നേ? സോറി ഏട്ടാ, ഞാൻ ഇക്കാര്യം ആരോടും പറയാൻ ഉദ്ദേശിച്ചതേ ഇല്ല. ഏട്ടനോട് പോലും പറയണമെന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ അവൻ്റെ അടി വാങ്ങിയിട്ട് അവനെ അങ്ങ് വെറുതെ വിടാനായിരുന്നു ഉദ്ദേശം. പിന്നെ ഞാൻ എന്തിനാടാ? നിനക്ക് എന്ത് സംഭവിച്ചാലും ഈ ഏട്ടനുണ്ടെന്നുള്ള കാര്യം മറന്നോ നീ? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ നിൽക്കുന്ന അച്ഛനോടും അമ്മയോടും സമാധാനം പറയേണ്ട ഞാനാണ്. നീ അഥവാ തെറ്റ് ചെയ്താൽ നിന്നെ ശിക്ഷിക്കേണ്ടവന് ഞാൻ തന്നെ. അനാവശ്യമായി നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ ശിക്ഷിക്കേണ്ടതും ഈ ഞാൻ തന്നെ. ഇനി ഒരു തവണ കൂടി ഇങ്ങനെയും ചെയ്യരുത്.
നമ്മളിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം തീരുമാനിക്കാം. പറഞ്ഞത് മനസ്സിലായോ? നടന്നത് എന്തായാലും നടന്നു അഭി. ഇവര് ചെയ്തത് എന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാം ഒന്നാണെന്ന് മാത്രം ആലോചിച്ചു. അതെ, ഈ വീട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും എല്ലാവരും ഒറ്റക്കെട്ട